പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 3ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ. എല്ലാവർക്കും അല്പം പ്രയാസമുള്ള വിഷയമാണ് ലിസാൻ. എന്നാൽ നമുക്ക് ഈ വീഡിയോയിലൂടെ ലിസാനിൽ മുഴുവൻ മാർക്കും എങ്ങനെ വാങ്ങിക്കാം എന്നുള്ളത് മനസ്സിലാക്കാം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചോദ്യങ്ങൾ ഏത് രൂപത്തിലായിരിക്കും, മോഡൽ ചോദ്യങ്ങൾ എങ്ങനെ എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവൻ കാണുന്നതിലൂടെ നല്ല മാർക്ക് നമുക്ക് നേടാൻ കഴിയും. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് നഅുദ്ദുൽ അഷിയ അവനക്തുബുഹാ ബിൽ അർഖാമി വബിൽ ഹുറൂഫി കമാമിൽ മിസാലി. ഉദാഹരണത്തിൽ ഉള്ളതുപോലെ ഓരോ ചിത്രത്തിൻ്റെയും എണ്ണം അക്കത്തിലും അക്ഷരത്തിലും എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവിടെ 6 മൊബൈലുകൾ കൊടുത്തിട്ടുണ്ട്. 6 ഉണ്ടെങ്കിൽ 6 എന്ന അറബി അക്കത്തിൽ നമ്മൾ എഴുതണം. അപ്പോൾ നമ്മളവിടെ 6 എന്നിട്ട് കൊടുത്തു. ഇനി 6 എന്താണ് അറബിയിൽ പറയുക? സിത്തത്തുൻ അക്ഷരത്തിലും എഴുതി. ഇനി അടുത്തത് പെൻസിൽ 10 ഉണ്ട്. 10 എന്നവിടെ എഴുതി, അഷറത്തുൻ എന്നെഴുതി. ഇനി അതുപോലെ തന്നെ സൈക്കിൾ 6 സൈക്കിളുണ്ട്, 6 എന്നിട്ടു, സിത്തത്തുൻ എന്നെഴുതി. ഇനി അതുപോലെ തന്നെ 7 ഗ്ലാസ്സിലുള്ള ജ്യൂസുണ്ട്, 7 എന്ന് നമ്പർ ഇട്ടു, അതോടുകൂടെ തന്നെ സബഅത്തുൻ എന്ന് എഴുതി കൊടുത്തു. ഇനി 12 നല്ല റോസാപ്പൂക്കളുണ്ട്, നമ്പർ ഇട്ട് കൊടുത്തു, ഇസ്നാ അഷറ എന്ന് എഴുതി കൊടുത്തു. ഇസ്നാ അഷറൊക്കെ എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ എണ്ണം എഴുതുമ്പോഴൊക്കെ ചെറിയ ചെറിയ അക്ഷരപ്പിഴവുകൾ തന്നെ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാൻ കാരണമാകും. അപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനോ ചിത്രങ്ങൾ കൊടുത്ത് വേറെ മറ്റേതെങ്കിലും രൂപത്തിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അറബിയിൽ എഴുതുന്ന നമ്പർ 1 മുതൽ 20 വരെയുള്ള നമ്പറുകൾ നമ്മൾ പഠിച്ചു വെക്കുക. അതോടുകൂടെ തന്നെ ആ നമ്പറുകൾക്ക് എന്താണ് അക്ഷരത്തിൽ പറയുക, അതിന് വാഹിദ് മുതൽ 20 വരെ 1 മുതൽ 20 വരെയുള്ള എണ്ണം നമ്മൾ പഠിച്ചു വെക്കുക. നമ്മുടെ പാഠഭാഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്കത് പ്രതീക്ഷിക്കാം. മുഴുവൻ മാർക്കും ഉദ്ദേശിക്കുന്നവർ 1 മുതൽ 20 വരെയുള്ള എണ്ണങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം. രണ്ടാമത്തെ ചോദ്യം നുഇദ്ദുൽ അസ്ഇലത കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. ഇവിടെ ഉദാഹരണമായി കൊടുത്തിരിക്കുന്നത് ഐനൽ കിതാബു, പുസ്തകം എവിടെ എന്നതാണ്. എവിടെ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ചോദ്യചിഹ്നം ഇട്ട് കൊടുക്കാം. അൽ കിതാബു ഫിൽ ഹഖീബത്തി, പുസ്തകം ബാഗിലാണ്. അപ്പം പുസ്തകം എവിടെ എന്നുള്ള ചോദ്യത്തിന് എങ്ങനെ പറയാം? അൽ കിതാബു ഫിൽ ഹഖീബത്തി. അൽ കിതാബു ഫിൽ ഹഖീബത്തി എന്ന ഉത്തരത്തിന് എങ്ങനെ ചോദിക്കുക? ഐനൽ കിതാബു. ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നതും അതുപോലെ തന്നെ ഉത്തരം പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെ വന്നാലും ചോദിക്കാനും ഉത്തരം എഴുതാനും കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും 1ാം സ്ഥാനം. അപ്പോൾ അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ പുസ്തകത്തിലുണ്ട്. ഇനി നമുക്ക് ഉദാഹരണം പോലെ പറഞ്ഞു തന്നു. ഇനി എന്താ ഇവിടെ ഉള്ളത്? പൂവൻകോഴിയുണ്ട്. എന്നിട്ട് അവർ പറയുകയാണേ ദാലിക ദീക്കുൻ, ഇത് പൂവൻകോഴിയാണ്. അപ്പോൾ നമ്മളെന്താ ചോദിക്കേണ്ടത്? മാ ദാലിക, അതെന്താണ് എന്ന് ചോദിക്കും. അത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയും ദാലിക ദീക്കുൻ, അത് പൂവൻകോഴിയാണ്. എന്താണ് പൂവൻകോഴിക്ക് ദാലിക കൊടുത്തത്? തിൽക്ക കൊടുത്തുകൂടായിരുന്നോ? കാരണം പെടക്കോഴിക്ക് തിൽക്കയാണല്ലോ കൊടുക്കുന്നത്. തിൽക്ക എന്നുള്ളത് തീ ഉണ്ട്. തീ ഒക്കെ പെണ്ണുങ്ങൾ അടയാളമാണ്. പെണ്ണുങ്ങൾക്കല്ലേ കൊടുക്കാൻ പറ്റൂ, ആണുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ എന്നുള്ളതും തീ എന്നുള്ളതൊക്കെ പെണ്ണുങ്ങളുടെ അടയാളമായതുകൊണ്ട് പെണ്ണാണോ ഉത്തരത്തിൽ വരുന്നതെങ്കിൽ നമ്മൾ തിൽക്ക കൊടുക്കണം. ആണാണോ ഉത്തരത്തിൽ വരുമ്പോൾ എങ്കിൽ ദാലിക കൊടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം മാ തിൽക്ക എന്ന് ചോദിച്ചു. തിൽക്ക ദജാജത്തുൻ, അത് കോഴിയാകുന്നു. ഇനി അൽ ഹഖീബത്തു അല തോവിലെത്തി, ബാഗ് മേശപ്പുറത്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? ഐനൽ ഹഖീബത്തു, ബാഗ് എവിടെയാണ് എന്നാണ് ചോദിക്കുക. അപ്പോൾ ആ ചോദ്യവും അതിൻ്റെ പ്രയോഗങ്ങളും ചോദ്യം ചോദിക്കാനും ഉത്തരം എഴുതാനും പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉറപ്പായിട്ടും കിട്ടും.
ഇതുപോലെ ഒരുപാട് മോഡലുകൾ നമ്മുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്, ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തത് നുക്കമ്മിലു ബിൽ മുനാസിബി കമാഫിൽ മിസാലി. ഉദാഹരണത്തിൽ ഉള്ളതുപോലെ വിട്ടഭാഗം പൂരിപ്പിക്കാനാണ്. ഉദാഹരണം ഇവിടെ കൊടുത്തത് യഷ്റബു കുടിക്കുന്നു, മാജിദ് കുടിക്കുന്നു, അൽ മാ വെള്ളത്തിന്. അപ്പോൾ യഷ്റബു എന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ 2 യഷ്റബു ആണ്, ഒന്ന് തെഷ്റബു ആണ് വേണ്ടിയിരുന്നത്. തെഷ്റബു തിരഞ്ഞെടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം മാജിദ് എന്ന് പറയുന്നത് ആൺകുട്ടിയാണ്. ആൺകുട്ടിക്കാരെങ്കിലും പെൺകുട്ടിക്ക് ചോദിക്കുന്നത് ചോദിക്കുമോ? ഇല്ലല്ലോ. ഇനി അടുത്തത് അൽ ഡാഷ് അൽ വലതു, ആൺകുട്ടി ഇലൽ മദ്രസയിലേക്ക്. യദ്ഹബു എന്നുണ്ട്, തെദ്ഹബു എന്നുണ്ട്. നിങ്ങൾ ഏതാ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ? ഉസ്താദെ ഞങ്ങൾ ഏതാ തിരഞ്ഞെടുക്കുക? എളുപ്പല്ലേ, യദ്ഹബു ഞങ്ങൾ തിരഞ്ഞെടുക്കുക. വലത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയല്ലേ, ആൺകുട്ടിയാവുമ്പോൾ തെദ്ഹബു പറ്റില്ലല്ലോ, തെദ്ഹബുൽ ത എന്നില്ലേ. എന്നാൽ അടുത്തത് ഞാൻ ചോദിക്കട്ടെ, അൽ ബിൻതു മിനൽ ഹൗലി, പെൺകുട്ടി ഹൗലിൽ നിന്ന് വുളു ചെയ്യുന്നു എന്നുള്ളതിന് നിങ്ങൾ ഏതാ തിരഞ്ഞെടുക്കുക? പെൺകുട്ടിയാണല്ലേ, പെൺകുട്ടിയാവുമ്പോൾ താ ഉള്ളതാണ്. അപ്പോൾ ഏതാണ്? തത്തവല്ലവു ആണ്. യെസ്, ഇപ്പോൾ പഠിച്ചു, ഇതിൻ്റെ ട്രിക്ക് പഠിച്ചു. ഇനി ബാസിമു മിനൽ മസ്ജിദി, ബാസിമ് പള്ളിയിൽ നിന്ന്. ബാസിം എന്ന് പറയുന്നത് ആണല്ലേ, അപ്പോൾ താ ഉള്ളത് പറ്റില്ലല്ലോ. ഇവിടെ ഏതാ നോക്കട്ടെ? എർജിഉ, മടങ്ങുന്നു, പള്ളിയിൽ നിന്ന് മടങ്ങുന്നു. ഇനി അൽ ഉമ്മു ഫിൽ ബൈത്തി, ഉമ്മ വീട്ടിൽ. ഉമ്മ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സ്ത്രീയാണ്, അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചു അത് ത ഉള്ളതേ തിരഞ്ഞെടുക്കാൻ പറ്റൂ. അപ്പോൾ തെദ്ഖുലുൽ ഉമ്മു, ഉമ്മ പ്രവേശിക്കുന്നു, ഫിൽ ബൈത്തി വീട്ടിൽ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനി കഴിഞ്ഞു പോയ കാലമായ മാളി ആണ് ഉദാഹരണത്തിലുള്ളതെങ്കിൽ പോലും നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി. താ ഉണ്ടോ അത് പെണ്ണായിരിക്കും, താ ഇല്ലേ അതായിരിക്കും ആണ്. അപ്പോൾ ചോദ്യത്തിൽ ആണാണോ പെണ്ണാണോ എന്ന് ആദ്യം നമുക്കറിയണം, എങ്കിലേ നമുക്ക് താ കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നുക്കമ്മിലു ബിൽ അയ്യാമി, ദിവസങ്ങളെ പൂരിപ്പിക്കാനാണ്. ഒന്നാമത് തുടങ്ങുന്നത് യൗമുൽ അഹദ്. അഹദ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ, വാഹിദ്, ഇഹ്ദ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാണ്. അപ്പോൾ യൗമുൽ അഹദ് അറബിയിൽ തുടങ്ങുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ച, യൗമുൽ സുലാസാ ചൊവ്വാഴ്ച, യൗമുൽ അർബിയ ബുധനാഴ്ച, യൗമുൽ ഖമീസ് വ്യാഴാഴ്ച, യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച, യൗമുസ് സബ്ത് ശനിയാഴ്ച. നിർബന്ധമാണ് ഇത് പഠിച്ചിരിക്കൽ. ഏതെങ്കിലും ഒരു വിധേന ഈ ഒരു ചോദ്യത്തെ ഉൾപ്പെടുത്തും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആഴ്ചയുടെ പേരുകൾ നിർബന്ധമായും പഠിക്കുക. ഇനി 5 നഫ്അമുൽ ജിഹാത്തു വനുക്കമ്മിലു, ഭാഗം മനസ്സിലാക്കി പൂരിപ്പിക്കാം എന്നതാണ്. അപ്പോൾ ഒരു കുട്ടി നമ്മളെ നേരെ തിരിയാണെങ്കിൽ അവൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തെക്കുറിച്ച് അമാമ്, മുമ്പിൽ എന്നാണ് പറയുക. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലുമില്ല, അവൻ്റെ കാലിൻ്റെ ഭാഗം തെഹത്തായിരിക്കും, താഴെയായിരിക്കും, അവൻ്റെ തലഭാഗം ഫൗക്കുമായിരിക്കും. ഇനി മുമ്പോട്ടാണ് തിരിയുന്നതെങ്കിൽ അവൻ്റെ വലത്ത് ഭാഗത്ത് യമീനും ഇടത്ത് ഭാഗത്ത് ഷിമാലും ആയിരിക്കും. ഇനി ഒരു കുട്ടിയുടെ ബാക്കാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ കുട്ടിയുടെ ബാക്ക് ഭാഗത്തിന് വറാ എന്നും, മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഫൗക്ക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഷിമാൽ അവൻ്റെ ഇടത് ഭാഗം കണ്ടില്ലേ, അപ്പോൾ അവൻ്റെ വലത് ഭാഗത്ത് യമീന്. ഇങ്ങനെയാണ് അതുണ്ടാവുക. ചിത്രം നോക്കി നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് വൺ നുതർജിമു ഇലൽ മലയാളം, അറബി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനാണ്. അതിലൊന്ന് കലമുൻ അഹ്മറു, അഹ്മറായ ചുവന്ന പേന. 2 മാഞ്ച അഹ്ലറു, പച്ച മാങ്ങ. ഫീലുൻ അസ്വദു, കറുത്ത ആന. മൗസുൻ അസ്ഫറു, യെല്ലോ അഥവാ മഞ്ഞ കളർ പഴം. തിസ്അത്തു കുതുബിൻ, 9 കിതാബുകൾ. 6-മത്തത് ഹംസത അഷറ അർണബൻ, 15 മുയലുകൾ. ഇതിൻ്റെ അർത്ഥം നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. ഇതോടുകൂടെ തന്നെ കളറുകളും അതിൻ്റെ മറ്റുള്ള പേരുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനോ പൂരിപ്പിക്കാനോ മറ്റൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പാഠഭാഗത്തിൽ ഇതുപോലത്തെ വിഷയങ്ങൾ അവസാന പാഠങ്ങളിൽ വരുന്ന കാര്യങ്ങൾ അരക്കൊല്ല പരീക്ഷയ്ക്കുള്ളതാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയി കാണേണ്ടത്. കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രൂപത്തിൽ പഠിക്കുക. നല്ല മാർക്ക് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ.
കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവർക്കും മുഴുവൻ മാർക്കോടുകൂടെ എല്ലാ പരീക്ഷയിലും വിജയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. നമ്മളൊക്കെ അള്ളാഹു താല നന്നാക്കട്ടെ. ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു താല മാറ്റട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, ഒരു ലൈക്ക് കൊടുക്കുക, ഒന്ന് ആമീൻ പറയുക.